വിനോദ് വെല്ലുവോളം ബ്ലോഗ്സിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പുന്നത്തുറ കോട്ടയിലാണ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ കോട്ട ഇന്ന് ഗുരുവായൂർ ആനക്കെട്ടിൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രവേശന കവാടം കടന്നു ചെല്ലുമ്പോൾ തന്നെ അതിമനോഹരമായ ഹരിതഭംഗി നിറഞ്ഞു നിൽക്കുന്ന കോട്ടയുടെ അതിമനോഹര ദൃശ്യങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഗുരുവായൂർ ദേവസ്വം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കാര്യാലയവും കൂടാതെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള 65 പരം ആനകളുടെ പരിപാലനവും സംരക്ഷണവും ഇപ്പോൾ ഇവിടെ നടന്നു. സത്യത്തിൽ ഞാനൊരു ആനപ്രേമിയല്ലാത്ത കാരണം ഇവിടെ നിൽക്കുന്ന ആനകളുടെ പേരുകളൊന്നും എനിക്ക് വ്യക്തമായി അറിയില്ല. എന്നാലും ഇവിടെ നിൽക്കുന്ന വളരെ ചുരുക്കം ആനകളിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സിദ്ധാർത്ഥനുണ്ട്, ഗുരുവായൂർ നന്ദനുണ്ട്. ഈ നിൽക്കുന്ന ഒരു പിടിയാനയാണ്. ആൾ നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നല്ല കളിഗിരിയിൽ നിൽക്കുന്ന സമയമാണ്. എന്തായാലും രാവിലെ ഒരു 11 മണി സമയത്ത് ഗുരുവായൂർ ആനക്കൊട്ടിൽ എത്താൻ പറ്റുമെങ്കിൽ നമുക്ക് വളരെയധികം ഉന്മേഷത്തോടും ഉന്മാദത്തോടും സന്തോഷത്തോടും പ്രഭാത ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആനകളെയും നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാം നമുക്ക് തരുന്ന ഒരു അനുഭവം നമുക്ക് പറഞ്ഞറിയിക്കാനേ സാധിക്കും. അതാ നോക്ക്, ആ വരവ് കണ്ടാൽ തന്നെ നമ്മളൊന്ന് നോക്കി നിന്ന് പോകുന്നു. അതാണ് ആനച്ചന്ത. ആനച്ചന്തത്തോളം വരും ആനപ്പാപ്പാൻ്റെ ചന്ത. പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്തായാലും ആളൊരു കുളിയാക്കി കഴിഞ്ഞ് പോകുന്നതാണ്.
അങ്ങനെ കണ്ടാലും മതിവരാത്ത ആനക്കാഴ്ചകളും അവസാനം ഒരൊറ്റക്കൊമ്പനെയും കണ്ട് പുന്നത്തൂർ കോട്ടയിൽ നിന്നും ഞങ്ങൾ വിടവാങ്ങുന്നു.